ഗൈസ്, അപ്പോൾ കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്തൊരു കസ്റ്റം കളിക്കാൻ വേണ്ടി നമ്മുടെ കിത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്തുള്ള അതിർവശം എന്ന് വെച്ചാൽ അവൻ നമ്മുടെ വിജയശാലയിൽ കയറിയിട്ട് നമ്മളോട് പറഞ്ഞു ഈ നൂബല്ലേ വിയർ കളിക്കാൻ കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് അവൻ വിയർ പോയിട്ട് ഞാൻ 4 കില്ലെടുത്ത് അവൻ 1 കില്ലെടുത്തു. ബട്ട് അവൻ പറയാൻ ഞാൻ നൂബാന്ന്. അങ്ങനെ പാടൊരു കസ്റ്റം വിടാന്ന് പറഞ്ഞു. കസ്റ്റം വിട്ടു ബ്രോ. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് അടിക്കുവാണേ. നമ്മൾ അവനെ ദിശ ചെയ്തിരിക്കുക, അങ്ങോട്ട് ബ്ലൂ ഇടാത്ത അവൻ അങ്ങോട്ട് ഓടി. പക്ഷേ അവിടെ അവൻ്റെ ഒറിജിനൽ പേര് ഞാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ സേവ് ഇട്ടിരിക്കുന്ന ഒറിജിനൽ പേര് അതിൽ കോഷൻ കേട്ടോ. ഫ്രീ ഫയർ അടിയും മിസ്റ്റർ 18 നമ്മളെ 1 ടൈം അടിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ എൻ്റെ സെൻസ് കൊള്ളത്തില്ല, അതിൻ്റെ ഒരു കുഴപ്പം കൂടെ ഉള്ളു. കുഴപ്പമില്ല, അവനെ കൊന്നിരിക്കും. നമ്മൾ ഐസ്ലാൻഡ് വരെയായിരുന്നു. പക്ഷെ നമ്മൾ നമുക്ക് അവനെ കാണാൻ പറ്റില്ലല്ലോ, അത് കാരണം ഐസ്ലാൻഡ് വരെയായിരുന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കതൊന്നൊരു വിഷയമല്ലല്ലോ, നമുക്ക് 1 ടൈം പഠിക്കുക. അവന് സുഖമായിട്ട് അടിക്കാം. ആ ടെമ്പേറ്റിക്ക് വെച്ച് റെഡി അടിച്ചാൽ മതിയായിരുന്നു. അവിടെ 2 ബുള്ളത്തേക്ക് ഗൈസ് പോകുന്നത് ഒരടിക്ക്. അവൻ്റെ എന്താ 2 ബുള്ളത്ത് ടെമ്പേറ്റിക്ക് റീലോഡ് വന്നുണ്ടാവണ്ട. എൻ്റെ ഇത് കയറുന്നില്ല. കോബ്രാമ്പി കൂടെ ഇട്ടാൽ മതിയായിരുന്നു. ഇപ്പോൾ എമ്മേറ്റിക്ക് ഒരു അടി ഉണ്ട്. ആളെ തല കാണിച്ചു തല പൊട്ടിച്ച് കളഞ്ഞു. അടുത്ത റൗണ്ടോട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഒരു ലൈക്ക് ഒരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ലൈക്കല്ലേ പോകുന്നുള്ളൂ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. നമ്മൾ M80 MP40 എടുത്തിട്ടുണ്ട്. നമ്മൾ കയറി ചെല്ലാൻ ആളിൽ ഒളിച്ചതൊക്കെ ഇപ്പോൾ കാണണം ഗൈസ്. നിങ്ങൾ മണ്ടേ കൂടെ ഒക്കെ കയറി ഒന്ന് അടിക്കുന്നത്. എന്നിട്ട് കസ്റ്റമർ നിയമമില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ നേരെ അല്ല വന്ന് അടിക്കേണ്ടത്. ഇവൻ ഒളിച്ചിരുന്ന് മണ്ടയ്ക്കൊക്കെ വന്നിന്ന് അടിക്കുക. ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക് മണ്ടയ്ക്ക് വന്നിന്ന് അടിക്കുന്നവൻ. ഇത് കണ്ടാണ്ട് ചാടിപ്പോയി കണ്ട കണ്ട. അയ്യേ നൂളക്കളയാണ്. അയ്യേ ഇത് കണ്ടോ? 14 46 46. അവനെ ഇറങ്ങി അടിക്കത്തില്ല കാര്യം. അതൊന്നും ഞാൻ 1 ടാപ്പ് അങ്ങോട്ട് കൊടുക്കാന്ന് വെച്ചാൽ എൻ്റെ റീലോഡായിപ്പോയി. ഞാൻ എൻ്റെ ഫയർ ബട്ടൻ്റെ മണ്ടയ്ക്കാണ് ഗ്ലൂ ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് അടിക്കാൻ നേരത്ത് ഗ്ലൂ ഇടാം. ഞാൻ ഫെസ്റ്റിലായിരിക്കും പിടിച്ചിരിക്കുന്നത് ഗ്ലൂ ഇടാൻ നേരത്ത്. എന്നിട്ട് അവിടെ ഫോൺ വന്നപ്പോൾ അങ്ങ് അപ്പുറത്തോട്ടി ആടുന്നു. ഇത് കഷ്ടമെന്ന് പറയടെ. കൊടുത്ത് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതിപ്പോൾ ഇതൊക്കെ ചില്ല ഒരു 1 ടാപ്പ് അങ്ങോട്ട് കൊടുക്കും. ഞാൻ 1 ടാപ്പ് അടിക്കണമെന്നുള്ളൊരു ലൈക്ക് അടി. അത് ഡെസേർട്ടിൻ്റെ 1 ടാപ്പ് അടിക്കാൻ. അപ്പോൾ നമ്മളത് 1 ടാപ്പ് അടിച്ചിട്ടുണ്ട്. അവൻ്റെ 2 ടൈം മുട്ടയ്ക്ക്. അപ്പോൾ അടുത്തത് ക്ലോക്ക് ടവറാണ്, ഫാക്ടറിയാണ്. ഫുഡ് പക്കർ എടുക്കാം. ഫുഡ് പക്കർ എടുത്ത് ഗൈസ് ഇത് ഞാൻ എടുത്തു വെച്ച വീഡിയോ ഇടാൻ മറന്നുപോയതാണ്. ഞാൻ എൻ്റെ അകത്ത് ഡാമിൽ പോയി കളിക്കുന്ന ആളെയുണ്ട്. അപ്പം ദേഷ്യം എന്ന് വെച്ചാൽ അവൻ ഫുഡ് പക്കറിനെ എയിം ചെയ്ത് അടിച്ചിട്ട് എൻ്റെ ആ വീട്ടിൽ ഇരിപ്പുണ്ടാണ്. അപ്പം എന്നിട്ട് എന്നോട് ഫുഡ് പക്കറിൽ എയിം ചെയ്ത് വെച്ച് അടിച്ചിട്ട് പറയാൻ എയിം പോയി അടിച്ചല്ലേ. നമ്മൾ ഫുഡ് പക്കർ നമ്മുടെ കളി അവൻ അറിയത്തില്ല. ഫുഡ് പക്കറിന് ഇപ്പോൾ ഒളിച്ച് കൊണ്ടേ കയറിയിരിക്കും. നോക്കിക്കോ, ഉറപ്പായിട്ടാണ് ഒളിച്ച് കൊണ്ടേ കയറിയിരിക്കും. ഇവിടെ നോക്കിയിട്ട് ആളെ കാണുന്നില്ല. ഞാൻ ജസ്റ്റ് സ്കോപ്പിട്ട് നോക്കിയാൽ വണ്ടേക്കുള്ള ഇരിപ്പുണ്ടോ നോക്കുമ്പോൾ എൻ്റെ ഇരിക്കുന്നു. അവൻ എയിം ചെയ്ത് പൊക്കറിന് പിടിയൻ കുത്തിപ്പിടിയൻ. എന്തെടുക്കുമോ നോക്കാം. ഇതിനേക്കാളും വലുത് നമ്മൾ ആണ്ടാൻ പഠിച്ചിട്ടുണ്ട്. ഈ ഗ്ലൂ പൊട്ടിക്കുള്ള ആടെയല്ല ഒരു നാഗം. ഒളിച്ച് നിൽക്കുന്നതാ ഒളിക്കുന്നതാ ഈ പെണ്ണുങ്ങളെ കളിക്കുന്ന പെണ്ണുങ്ങളെ ശരി ഒളിച്ചിന്ന് മാത്രം അങ്ങോട്ട് കളിക്കും. നമ്മളെ ഒരു സോണ് വരില്ല, നമുക്ക് അടിയിൽ പോവാം. നേടൊക്കെ വാരി എറിയും, ഹെഡ് ഷൂട്ട് നേടൊക്കെ വാരി എറിയുന്നത്. ആളെ സോണിൽ പെട്ടു, ആളെ 3G ആയിപ്പോയി.
ഇത് പറയാറ്. അടുത്ത റൗണ്ട്. ഈ റൗണ്ട് ഞാൻ ഇനി പെരയുടെ മണ്ടയ്ക്ക് ഒന്ന് കയറിയതാ. നിങ്ങൾ തന്നെ നോക്കണം. ഞാൻ ഇതിൻ്റെയൊക്കെ ഒന്ന് മണ്ടയ്ക്ക് ഒന്ന് വെറുതെ ഒരു വണ്ണിക്ക് കയറി നോക്കിയതാ. നമുക്ക് ചിത്തു പറയാം നൂബടാ പെരയുടെ മണ്ടയ്ക്ക്. അപ്പോൾ അവൻ കയറി ഒന്നും കുഴപ്പമില്ല. നമ്മൾ കയറുന്നതന്നെ കുഴപ്പം. അമ്മ എടുത്ത് കളി. നമ്മളിപ്പോൾ അമ്മച്ചി ഫുട്ബോൾ വൺ ടൈം പഠിക്കാമെന്ന് പറഞ്ഞ് കയറി ചെന്നേ. നിങ്ങൾ നോക്കണം. എന്നുവെച്ചിട്ട് വണ്ടൊക്കെ ഒന്ന് കയറി നോക്കാമല്ലോ. കുറേ നാൾ അതിൻ്റെ വണ്ട കിടന്ന് കയറിയിട്ട് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ആളെ ആ ഫുട്ബോക്കറിന് സ്കോപ്പാക്കി അടിക്കുക. സ്കോപ്പിട്ട് പോകുക. ഇങ്ങനെ വെച്ചങ്ങ് അടിക്കുക. കളി അലത്തിക്കൊണ്ടിരിക്കുക. ഞാനത് ഡ്രോപ്പ് വന്നില്ല. MA-X ആണോ നോക്കാൻ പോയതാണ്. പക്ഷെ MA-2 B2 ഞാൻ എയിമില്ല. MA-2 ഹെഡ്ഷോട്ട് പറ്റുമോ നോക്കിയത്. കുറേ ആൾക്കാർ എൻ്റെ കമൻറ്റ് ബോക്സിൽ നൂബി എന്ന് പറയുന്നുണ്ട്. ബ്രോ, എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ എന്നായിട്ട് വന്നുവേനെ കളിക്കാനുള്ള ബ്രദേഴ്സ് KLL എന്ന് പറയുന്ന അക്കൗണ്ടുണ്ട്. അതിനകത്തോട്ടോ അല്ലെങ്കിൽ എനിക്ക് വേറൊരു ന്യൂ അക്കൗണ്ടും ഉണ്ട്. അയാൾ ഓർന്ന് പറയുന്ന അക്കൗണ്ടുണ്ട്. അതിലോട്ട് ഇൻവൈറ്റ് അടിച്ചിട്ട് ബ്രോ 1v1 ഇടാന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അപ്സെറ്റ് ചെയ്തേക്കാം. ആ ഫുട്ബോക്കറിനെ കുത്തിപ്പിടിച്ച് 1 ടാപ്പ് അടിച്ചു. അപ്പോൾ നമുക്ക് അടിച്ചല്ലേ പറ്റിയൊരു 1 ടാപ്പ്. ബാക്കി നിങ്ങൾ തന്നെ കണ്ടോ. Revenge for time. ഇത്രേ ഉള്ളൂ. ഒറ്റ മൈൻഡാ. 1 ടാപ്പ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. സ്ലിപ്പ് ചെയ്യുക. ഞങ്ങൾക്ക് പളയൻ ഇവിടെ നെന്നിത്തൊക്കെ പോകുന്നു ചേട്ടാ. ഞാൻ ബാക്ക് അടിക്കുമെന്നൊക്കെ പറഞ്ഞ് പോകുന്നു. അപ്പം ഞാൻ ബാക്ക് അടിക്കുമല്ലോ. അപ്പോൾ അവന് കളി കഴിക്കാമല്ലോ സുഖമായിട്ട്. ബുദ്ധിയാണ്, ഭയങ്കര ബുദ്ധിയാണ്. ഇപ്പം നോക്കണം. പിന്നെ ഇവൻ ഈ റൗണ്ടിലും ഫുട്ബോക്കറിന് സ്കോപ്പ് ഇട്ടടിക്കും. സ്കോപ്പ് ഇട്ട് തലക്ക് എയിം ചെയ്തൊന്നടിക്കും. എന്നിട്ടാണ് എൻ്റെ രൂപയെന്ന് വിളിക്കുന്നത്. ഞാനടിക്കുന്ന അവൾ ക്ലിയർ 1 ടാപ്പ് അല്ല, സ്കോപ്പ് ഇട്ടൊന്നുമല്ല അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ കാണണം. നോക്കണേ, അതേ സ്കോപ്പ് ഇട്ടടിക്കുന്നു. ഇവൻ പൊട്ടനാണ്. അത്യാവശ്യം പിള്ളേരാണ്. നൂബേന്നാരേ പറയുന്നില്ല. എല്ലാവരും നല്ല പ്ലേസാണ്. പക്ഷെ ഇങ്ങനത്തെ പ്ലേസൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് കാരണം ചോദിച്ച് ഇങ്ങനെയൊക്കെ 1 ടാപ്പ് അടിക്കുന്നതെന്ന് വെച്ചാൽ കുത്തിപ്പിടിച്ചൊക്കെ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാനിപ്പോൾ കാണത്തില്ലേ, ഞാൻ ഓടിപ്പോവുക. ഇപ്പോൾ നോക്കണം, സ്കോപ്പ് ഇട്ടെടുത്ത് ഇപ്പോൾ ഞാൻ ചാവും. ഇപ്പോൾ അടികൊണ്ടിയാവും. ഞാൻ ഡ്രോപ്പിൻ്റെ അടുത്ത് ഡ്രോപ്പ് എടുക്കാമെന്ന് കൊണ്ട് പോകും. പിന്നെ കണ്ട ഇതാണ് ഇവൻ്റെ അവസ്ഥ. ഇപ്പം ഇവനെയൊക്കെ എന്ത് പറയണം. പിന്നെ സ്കോപ്പ് ഇട്ടടിക്കുന്നു. ഞാൻ ഇവനുമായിട്ട് 1v1 കളിക്കേണ്ടവർക്ക് ഞാൻ കമൻറ്റ് ബോക്സ് എൻ്റെ ID കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെ കയറി നോക്കിയാൽ മതി. എൻ്റെ ID ആണ്. നിങ്ങൾ ഇവനുമായിട്ട് 1v1 കളിക്കുക, അല്ലെങ്കിൽ എന്നെയായിട്ട് കളിക്കണമെങ്കിലും എൻ്റെ ID ഞാൻ കൊടുക്കാം. നിങ്ങൾ രണ്ടുപേർക്കും 1v1 കളിക്കേണ്ട എല്ലാവർക്കും അതിലോട്ട് ഇൻവൈറ്റ് ചെയ്താൽ മതി. നമ്മൾ ഫുട്ബോക്കറല്ല 1v1 അടിച്ചത്. ആ ഫുട്ബോക്കറിന് തിരിച്ചടി കൊടുത്തേ പറ്റത്തുള്ളൂ. ആളെ പിടിച്ചു കൊല്ലാൻ നോക്കും. പിടിച്ച് ഇത്രേ ഉള്ളൂ. ഒറ്റ മൈൻ്റെ ഫുട്ബോക്കറിന് 1 ടാപ്പ് കൊടുത്തു.
അളയനെ നമുക്ക് സോളിലിട്ടുള്ള കാര്യം അളയന് സോണിലിട്ട് അളയ നല്ല ഡാമേജ് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഗ്ലൂ ഇടാം. നല്ല 71 അവിടെ 2 പേര് പെറ്റുണ്ട്. പക്ഷേ ഇവിടുന്ന് ഗിൽഡ് ടെസ്റ്റ് കളിക്കേണ്ടവർ വന്നാൽ മതി. യഗമാൻ്റെ കയറുന്ന ഒരു ഗിൽഡ് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഗ്ലൂ ഇട്ടുള്ള പൂട്ടാൻ നോക്കി പക്ഷെ നമ്മളതിനൊന്നും തരത്തില്ല. അങ്ങനെ നമുക്ക് വേറെ കുത്തും. അത്രേ ഉള്ളൂ. നമ്മൾ ഓടി അവൻ്റെ അത് പുറത്തോട്ട് പോയി. ഇവനെ നമുക്ക് ഇടുന്ന കൂട്ടണ്ടേ, നമ്മളെ മാത്രം കൂട്ടാൻ മതിയോ? നമുക്ക് ഇവനെ ഒന്ന് കൂട്ടാമല്ലോ. പീഡിയൊന്നും അല്ല, ഹെവിമോട്ടിക്ക് ഞാൻ ലാഗാവുന്നതുകൊണ്ടായി മൊബൈൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊക്കെ ലൈക്ക് അടിക്കാമെങ്കിൽ നമുക്കൊരു പുതിയ മൊബൈൽ എടുക്കാം. ഇത്രേ ഉള്ളൂ. വിത്ത് പൂയ. എനിക്ക് ഇത്രയും കണ്ടത്